ഡെയിലി മലയാളി അയർലൻഡ് ജാലകത്തിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് 2026 ഐറിഷ് ബഡ്ജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അയർലൻഡിൽ സ്വന്തമായി ആദ്യ ദേവാലയം. അയർലൻഡിൽ വിവിധ ഇടങ്ങളിൽ വാടകയ്ക്ക് വീടുകൾ ലഭ്യമാണ്. അയർലൻഡിൽ പരീക്ഷ എഴുതിയ 70,000-ലധികം ജൂനിയർ സർട്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ ഫലങ്ങൾ ലഭ്യമായി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അയർലൻഡ് റീജിയന്റെ പ്രഥമ നാഷണൽ കൺവെൻഷനും നോക്ക് തീർത്ഥാടനവും വിപുലമായ പരിപാടികളോടെ ഭക്തിസാന്ദ്രമായി. ഇന്ത്യൻ വംശജയായ ആദ്യ ശ്രീവാസ്തവ മിസ് യൂണിവേഴ്സ് അയർലൻഡ് 2025 തിരഞ്ഞെടുക്കപ്പെട്ടു. അയർലൻഡിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ജിം ഗാവിൻ വിവാദത്തെ തുടർന്ന് ദയനീയമായി പിന്മാറി. യുഎസിൽ ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടം പ്രസിഡന്റായി അധികാരമേറ്റതിന്റെ പിന്നാലെ അയർലൻഡിൽ അഭയാർത്ഥിത്വത്തിനായി അപേക്ഷിക്കുന്ന US പൗരന്മാരുടെ എണ്ണം കുത്തനെ ഉയർന്നു. ഒക്ടോബർ 1 മുതൽ ഇന്ത്യയിലേക്ക് പറക്കുന്ന വിദേശികൾ യാത്രയ്ക്ക് മുമ്പ് ഓൺലൈൻ അപേക്ഷ പൂരിപ്പിച്ച് നൽകണം. ഇത് വെബ്സൈറ്റിലോ ആപ്പിലോ ലഭ്യമാണ്. നിങ്ങളുടെ സ്വപ്നയാത്രകൾ മിതമായ നിരക്കിൽ ആകർഷകമായ വിവിധ ഹോളിഡേ പാക്കേജുകളുമായി ബ്ലൂ ബേർഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് ദുബായ്. അയർലൻഡിൽ ആദ്യമായി ഒരു അന്താരാഷ്ട്ര വടംവലി മാമാങ്കം. അത്യാവശ്യമില്ലാതെ ആശുപത്രിയിൽ വരരുത്, ബദൽ സേവനങ്ങൾ ഉപയോഗിക്കണം. UHL. അയർലൻഡിലെ ആരോഗ്യ മേഖലയിൽ ജോലി ഒഴിവുകൾ. വരും ദിവസങ്ങളിൽ അയർലൻഡിന് ഇന്ത്യൻ സമ്മർ ഉണ്ടാകും. മെറ്റ് എയർ ആൻഡ് കാലാവസ്ഥ പ്രവാചകർ. അയർലൻഡ് ജാലകത്തിൽ വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് 2026 ഐറിഷ് ബഡ്ജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചു. 9.4 ബില്യൺ യൂറോയുടെ ഈ പാക്കേജിൽ ഭവന നിർമ്മാണം, തൊഴിലാളികൾക്കുള്ള ആശ്വാസം, ബിസിനസ് രംഗത്തെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ എന്നിവയ്ക്കും പ്രത്യേക ഊന്നൽ നൽകുന്നു. ഐറിഷ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച നിലനിർത്തുന്നതിനും സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിനും വേണ്ടിയുള്ള കരുതലോടെയുള്ള നടപടികളാണ് ബഡ്ജറ്റിലുള്ളതെന്ന് സർക്കാർ അവകാശപ്പെട്ടു. പ്രധാന പ്രഖ്യാപനങ്ങൾ ഒറ്റനോട്ടത്തിൽ. 2026 ജനുവരി 1 മുതൽ ദേശീയ മിനിമം വേതനം മണിക്കൂറിന് 65 സെന്റ് വർദ്ധിപ്പിച്ച് 14.15 യൂറോ ആയി ഉയർത്തും. സാമൂഹ്യക്ഷേമ പേയ്മെന്റുകൾ. പ്രതിവാര സാമൂഹ്യക്ഷേമ പേയ്മെന്റുകളുടെ പരമാവധി നിരക്ക് 10 യൂറോ വർദ്ധിപ്പിക്കും. USC പരിധി ഉയർത്തി. USC 2% നിരക്കിലുള്ള വരുമാന പരിധി 1318 യൂറോ വർദ്ധിപ്പിച്ച് 28,700 യൂറോ ആക്കും. ഇത് കുറഞ്ഞ വേതനമുള്ള മുഴുവൻ സമയ തൊഴിലാളികൾക്ക് ഉയർന്ന നിരക്കിലുള്ള USC ഒഴിവാക്കാൻ സഹായിക്കും. വാടക ക്രെഡിറ്റ് 2028 അവസാനം വരെ 3 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. പ്രാഥമിക സ്വകാര്യ വസതികൾക്കുള്ള മോർട്ട്ഗേജ് പലിശയിളവ് 2026 അവസാനം വരെ നീട്ടി. പുതിയതായി നിർമ്മിച്ച അപ്പാർട്ട്മെന്റുകളുടെ വിൽപ്പനയുടെ വാറ്റ് നിരക്ക് 13.5% നിന്ന് 9% കുറച്ചു. ഭവന ലഭ്യത വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ മാറ്റം 2030 ഡിസംബർ 31 വരെ പ്രാബല്യത്തിലുണ്ടാകും. ഭവന നിർമ്മാണത്തിനായി 11.3 യൂറോ ബില്യൺ അനുവദിച്ചു. ഇതിൽ 2026 25,000 പുതിയ വീടുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നു. ഉപേക്ഷിക്കപ്പെട്ടതോ ഒഴിഞ്ഞുകിടക്കുന്നതോ ആയ കെട്ടിടങ്ങൾക്ക് കുറഞ്ഞത് 7% നിരക്കിൽ ഒരു പുതിയ നികുതി ഏർപ്പെടുത്തും. ഗവേഷണ വികസന ടാക്സ് ക്രെഡിറ്റ് 30% നിന്ന് 35% വർദ്ധിപ്പിച്ചു. ഭക്ഷണം, കാറ്ററിംഗ് ബിസിനസ്സുകൾ, ഹെയർ ഡ്രസ്സർമാർ എന്നിവർക്കുള്ള വാറ്റ് നിരക്ക് 2026 ജൂലൈ 1 മുതൽ 9% കുറയ്ക്കും. സംരംഭകർക്കുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നികുതി ഇളവിന്റെ പരിധി 1 മില്യൺ യൂറോ നിന്ന് 1.5 മില്യൺ യൂറോയായി ഉയർത്തി. ഗ്യാസ്, വൈദ്യുതി എന്നിവയുടെ കുറഞ്ഞ 9% വാറ്റ് നിരക്ക് 2030 ഡിസംബർ 31 വരെ നീട്ടി. കാലാവസ്ഥാ നയത്തെ പിന്തുണച്ചുകൊണ്ട് കാർബൺ നികുതിയുടെ നിരക്ക് ടണ്ണിന് 71 യൂറോ ആയി ഉയർത്തും. ഹോം ഹീറ്റിംഗ് ഇന്ധനങ്ങൾക്ക് ഈ വർധനവ് 2026 മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പൊതുജനാരോഗ്യം ലക്ഷ്യമിട്ട് 20 എണ്ണമുള്ള സിഗരറ്റ് പാക്കറ്റിന്റെ എക്സൈസ് ഡ്യൂട്ടി 50 സെന്റ് വർദ്ധിപ്പിക്കും. വിദ്യാർത്ഥികൾക്കുള്ള 3ാം ലെവൽ സംഭാവന ഫീസിൽ 500 യൂറോ കുറവ് വരുത്തി. ആരോഗ്യ മേഖലയുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നിക്ഷേപവും ബഡ്ജറ്റിലുണ്ട്. 2026 1000 പുതിയ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കും. കുടിയേറ്റ നടപടികൾ വേഗത്തിലാക്കാനും ബോഡി ക്യാമറകൾ, ഇരകളുടെ പിന്തുണ, യുവാക്കളെ വഴിതിരിച്ചുവിടൽ, ഗാർഹിക പീഡന പരിപാടികൾ എന്നിവയ്ക്കായി കൂടുതൽ പണം ഉൾപ്പെടുത്തി.
ബഡ്ജറ്റ് 2026 ആഘാതം. ബഡ്ജറ്റ് 2026 ആദ്യ വിശകലനങ്ങൾ പുറത്തുവരുമ്പോൾ ജോലി ചെയ്യുന്ന ഒരു ഇടത്തരം വരുമാനമുള്ള വാടക കുടുംബത്തിന് സാമ്പത്തികമായി കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങൾ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലാണെന്ന് പറയുന്നു. വാടക, കുട്ടികളെ നോക്കുന്നതിനുള്ള ചെലവ്, ദൈനംദിന ജീവിത ചെലവുകൾ എന്നിവ ക്രമാതീതമായി വർദ്ധിച്ചതോടെ ഓരോ മാസവും കടം വാങ്ങി കഴിച്ചുകൂട്ടേണ്ട അവസ്ഥയിലെത്തുന്നു. പ്രധാനമായും ആഴ്ചതോറുമുള്ള ചെലവ്, ബില്ലിലെ കുത്തനെയുള്ള വർധനവ്, പ്രതിവാര സ്കൂൾ കോളേജ് യാത്രയ്ക്ക് മാത്രം ഏകദേശം 100-ൽ കൂടുതൽ ഇന്ധന യാത്രാ ചെലവുകൾ, €500 മുകളിൽ എത്തി നിൽക്കുന്ന ഉയർന്ന യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവയാണ് കുടുംബത്തിന് അധിക ഭാരമാകുന്നത്. വൈദ്യുതി, ഗ്യാസ് ബില്ലുകൾ തണുപ്പ് സീസൺ ആകുമ്പോൾ കൂടുന്നു. കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ നൽകിയിരുന്ന €250 എനർജി ക്രെഡിറ്റ്, €280 ആയിരുന്ന ഇരട്ട ഒറ്റത്തവണ ചൈൽഡ് ബെനിഫിറ്റ് പേയ്മെന്റുകൾ പോലുള്ള ഒറ്റത്തവണ സഹായങ്ങൾ ഇത്തവണ ഇവർക്ക് ലഭിക്കില്ല. PRSI നിരക്ക് വർധനവ് കാരണം €107 വർദ്ധിക്കും. എന്നാൽ USC ബാൻഡ് മാറ്റങ്ങൾ വഴി ലഭിക്കുന്ന €26 കുറവ് കൊണ്ട് നാമമാത്രമായ ഈ വർധനവ് നികത്താൻ കഴിയും. ഒരുമിച്ച് താമസിക്കുന്നവർക്ക് വാടകക്കാർക്കുള്ള ടാക്സ് ക്രെഡിറ്റിനും വരുമാനം കാരണം ബാക്ക് ടു സ്കൂൾ അലവൻസിനും അയോഗ്യത ഉണ്ടാകും. കുട്ടികളെ വളർത്താനുള്ള ചെലവുകൾ കുറയ്ക്കാൻ ബഡ്ജറ്റിൽ നടപടികളില്ലാത്തതിനാൽ രണ്ടാമതൊരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വിവിധ മാതാപിതാക്കൾ മാറി മാറി ചിന്തിക്കുന്നു. സ്റ്റേറ്റ് പെൻഷനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന വിഭാഗം അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നൽ ബഡ്ജറ്റ് ശക്തമാക്കുന്നു. പെൻഷൻ സമ്പ്രദായം പണപ്പെരുപ്പത്തിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല എന്നതാണ് പ്രധാന വിമർശനം. 2.5% വർധനവ് ലഭിക്കുകയും പണപ്പെരുപ്പം 5% ഉയരുകയും ചെയ്താൽ നഷ്ടം സംഭവിക്കുകയാണ്. സ്റ്റേറ്റ് പെൻഷൻ യഥാർത്ഥ ജീവിത ചെലവുമായി ബന്ധിപ്പിക്കണമെന്ന് പെൻഷനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന വിഭാഗം ആവശ്യപ്പെടുന്നു. ഡബ്ലിൻ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അയർലൻഡിൽ സ്വന്തമായി വിശ്വാസികൾ പണിത ആദ്യ ദേവാലയം സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഡബ്ലിൻ കൂദാശ ചെയ്തു. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള ഈ പള്ളി ഡബ്ലിനിലെ ഓർത്തഡോക്സ് ഇടവകയുടെ ദീർഘനാളത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കിയത്. ഏകദേശം €2 മില്യൺ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ദേവാലയം 2006-ലാണ് ഇടവകയായി പ്രവർത്തനം ആരംഭിച്ചത്. ഒക്ടോബർ 4-5 തീയതികളിലായി നടന്ന വിപുലമായ കൂദാശ ചടങ്ങുകൾക്ക് അഭിവന്ദ്യരായ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപോലിത്തായും ഇടവക മെത്രാപോലിത്തയായ എബ്രഹാം മാർ സ്തേഫാനോസ് മെത്രാപോലിത്തായും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി, മുൻ വികാരിമാർ, വിവിധ ഇതര സഭകളിലെ അധ്യക്ഷന്മാർ, അയർലൻഡിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പള്ളിക്കൂദാശയ്ക്ക് സാക്ഷ്യം വഹിക്കാനായി 1000-ഓളം വിശ്വാസികൾ എത്തിച്ചേർന്നു. ഡബ്ലിനിലെ മലങ്കര ഓർത്തഡോക്സ് വിശ്വാസ സമൂഹത്തിന് ഇനി മുതൽ സ്വന്തം ദേവാലയത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം ലഭ്യമാകും. അയർലൻഡിൽ വിവിധ ഇടങ്ങളിൽ വാടകയ്ക്ക് വീടുകൾ ലഭ്യമാണ്. ഡബ്ലിനിലെ ആഡംസ് ടൗണിൽ എൻസ്യൂട്ടോട് കൂടിയ ഡബിൾ റൂം ലാഭമാണ്. ഡബ്ലിൻ തലാട്ട് ആശുപത്രിക്ക് സമീപം അറ്റാച്ച്ഡ് ബാത്റൂമുള്ള സിംഗിൾ ബെഡ്റൂം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ സന്ദർശിക്കുക. അയർലൻഡിൽ ജൂനിയർ സർട്ട് പരീക്ഷയുടെ ഫലങ്ങൾ ഒക്ടോബർ 8-ന് ലഭ്യമായി. അയർലൻഡിൽ പുതുക്കിയ ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 70,000-ലധികം ജൂനിയർ സെർട്ട് വിദ്യാർത്ഥികൾക്കാണ് അവരുടെ മാർക്കുകൾ ലഭിച്ചത്. ഒക്ടോബർ 8 രാവിലെ മുതൽ സ്കൂളുകളിൽ ഫലം ലഭ്യമായി. ഈ വർഷം 73,336 വിദ്യാർത്ഥികൾ ജൂനിയർ സെർട്ടിൽ പരീക്ഷ എഴുതി. കഴിഞ്ഞ വർഷം ഇത് 72,833 ആയിരുന്നു. തുടർച്ചയായ 3ാം വർഷവും 70,000 കവിഞ്ഞിട്ടുണ്ട്. മുൻ ഗ്രേഡ് ബാൻഡുകൾ അധ്യാപനത്തിലും പഠനത്തിലും ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരിൽ നിന്നുള്ള ഫീഡ്ബാക്കിനെ തുടർന്ന് ഏപ്രിലിൽ വിദ്യാഭ്യാസ മന്ത്രി ഹെലൻ മെക്കൻട്രി ജൂനിയർ സൈക്കിൾ ഗ്രേഡ് ബാൻഡുകളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. ഈ മാറ്റങ്ങളിലൂടെ ഡിസ്റ്റിങ്ഷൻ നേടുന്നതിന് ആവശ്യമായ മാർക്ക് 90% അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഏതൊരു സ്കോറിൽ നിന്നും 85% അല്ലെങ്കിൽ അതിൽ കൂടുതലായി വർദ്ധിച്ചു. രണ്ടാമത്തെ ഉയർന്ന ഗ്രേഡ് ബാൻഡായ ഹയർ മെറിറ്റിനെ 75% മുതൽ 90% എന്ന സ്കോറിൽ നിന്ന് 70% മുതൽ 80% മാറ്റി. ഇതിന്റെ ഫലമായി ഈ വർഷത്തെ ഡിസ്റ്റിങ്ഷൻ ഗ്രേഡുകളുടെ നിരക്ക് 3.6% നിന്ന് 8.6% ഇരട്ടിയിലധികമായി വർദ്ധിച്ചതായും ഹയർ മെറിറ്റുകളുടെ നിരക്ക് 30.4% വർദ്ധിച്ചതായും സംസ്ഥാന പരീക്ഷാ കമ്മീഷൻ അറിയിച്ചു. SEC വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ട് അപ്പീൽ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല. പകരം ഫലങ്ങളിൽ അപ്പീൽ നൽകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും അവരുടെ സ്കൂളിലാണ് അപേക്ഷിക്കേണ്ടത്.
ഫലങ്ങൾ പ്രതീക്ഷിച്ച ഫലത്തിൽ നിന്ന് കാര്യമായി വ്യത്യാസമുണ്ടോ എന്നവർ പരിഗണിക്കും. ഒക്ടോബർ 14 വൈകുന്നേരം 5 മണിക്കുള്ളിൽ സ്കൂളുകൾ അപേക്ഷകൾ തിരികെ നൽകണം. അപ്പീൽ ചെയ്യുന്ന ഓരോ വിഷയത്തിനും €32 ചിലവാകും. എന്നിരുന്നാലും അവരുടെ ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്താൽ ഈ പണം തിരികെ ലഭിക്കും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അയർലൻഡ് റീജിയന്റെ പ്രഥമ നാഷണൽ കൺവെൻഷനും നോക്ക് തീർത്ഥാടനവും ലോക പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നോക്കിൽ സെപ്റ്റംബർ 27 ശനിയാഴ്ച വിപുലമായ പരിപാടികളോടെ നടന്നു. ഇതോടനുബന്ധിച്ച് 95ാം പുനരൈക്യ വാർഷികാഘോഷവും പുനരൈക്യ ശതാബ്ദിക്കായി ഒരുക്കിയ ലിറ്റർജി വർഷം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ബെൽഫാസ്റ്റ് കമ്മ്യൂണിറ്റി വികാരി റെവറൻഡ് ഫാദർ ബെനഡിക്ട് കുര്യൻ പെരുമുറ്റത്ത് മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ വിനു ജോൺ OFM വചന സന്ദേശം നൽകി. അയർലൻഡിലെ ഡബ്ലിൻ, ബെൽഫാസ്റ്റ്, കോർക്ക്, ഗാൽവേ, ലിമറിക്, വാട്ടർഫോർഡ്, ക്ലോൺമെൽ എന്നിവിടങ്ങളിലെ വിവിധ ഇടങ്ങളിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നും ഏകദേശം 600ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. മലങ്കര സുറിയാനി സഭ സമൂഹം അയർലൻഡിൽ രൂപീകൃതമായ 17 വർഷങ്ങൾ പിന്നിടുന്ന വേളയിലാണ് കൺവെൻഷന് തുടക്കം കുറിച്ചത്. 2008 സെപ്റ്റംബർ 19 ആയിരുന്നു ഡബ്ലിനിൽ ആദ്യ കൂട്ടായ്മ ആരംഭിച്ചത്. തുടർന്ന് ബെൽഫാസ്റ്റ്, കോർക്ക്, ഗാൽവേ എന്നിവിടങ്ങളിലേക്കും വൈദികർ എത്തി കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഈ കാലയളവിൽ ബഹുമാനപ്പെട്ട ഫാദർ ഡാനിയൽ, ഫാദർ എബ്രഹാം പാതാക്കൽ, ഫാദർ ചെറിയാൻ താഴമൺ എന്നിവർ നേതൃത്വം നൽകി. നിലവിൽ ഫാദർ ഷിനു വർഗീസ് അങ്ങാടിയിൽ റീജിയണൽ കോഓർഡിനേറ്ററായും, ഫാദർ ജിജോ ജോണി ആശാരിപ്പറമ്പിൽ, ഫാദർ സോജു തോമസ് താഴെത്തോട്ടത്തിൽ, ഫാദർ ജോയാക്കീം പണ്ടാരക്കുടിയിൽ, ഫാദർ ബെനഡിക്ട് കുര്യൻ എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്നു. കുർബാനയ്ക്ക് ശേഷം മാതാപിതാക്കൾ, യുവജനങ്ങൾ, കുട്ടികൾ എന്നിവർക്കായി പ്രത്യേക സെഷനുകൾ നടന്നു. റെവറൻഡ് ഫാദർ ആന്റണി പരത്തേപ്പതിക്കൽ, ലിജോയ് കുഞ്ഞുമോൻ, മരിയ ജെയിംസ്, റോമി ചെമ്പകശ്ശേരി, ജെറിൻ ജോൺ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന കുടുംബസംഗമം റീജിയണൽ കോഓർഡിനേറ്റർ റെവറൻഡ് ഫാദർ ഷിനു അങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്തു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബസേലിയോസ് കർദിനാൾ ക്ലിമ്മീസ് കത്തോലിക്ക ബാവയുടെ അനുഗ്രഹ പ്രഭാഷണവും പ്രഥമ റീജിയണൽ കോഓർഡിനേറ്റർ പെരിയ ബഹുമാനപ്പെട്ട ചെറിയാൻ താഴമൺ അച്ഛന്റെ ആശംസയും ഓൺലൈനായി നൽകി. പ്രഥമ കമ്മിറ്റി അംഗങ്ങളെയും ആദ്യ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയവരെയും ആദരിച്ചു. ഈ വർഷം ലീവിംഗ് സർട്ടിഫിക്കറ്റ് വിജയികളായ കുട്ടികളെയും നവദമ്പതികളെയും മാമോദീസയും ആദ്യ കുർബാനയും സ്വീകരിച്ച കുട്ടികളെയും മെമന്റോ നൽകി അഭിനന്ദിച്ചു. തുടർന്ന് നേർച്ചയും ജപമാല പ്രദർശനവും നടന്നു. പരിപാടികൾക്ക് റീജിയണൽ കോഓർഡിനേറ്റർ ഫാദർ ഷിനു അങ്ങാടിയിൽ, ഫാദർ ജിജോ ജോണി ആശാരിപ്പറമ്പിൽ, ഫാദർ സോജു ജോൺ താഴെത്തോട്ടത്തിൽ, ജനറൽ സെക്രട്ടറി ബാബു ജോൺ, കോ കൺവീനർമാരായ മാത്യു കരിമ്പന്നൂർ, രാജേഷ്, വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരായും സെക്രട്ടറിമാരായും സുനിൽ മത്തായി, ജോബിൻ ജോസഫ്, കെവിൻ വർഗീസ്, അനിൽ മരാമാൻ, ഷിനു തോപ്പിൽ, ബിനു ജോർജ്, മോൻസി മോനിച്ചൻ, സുജൻ മലയിൽ, സോബി വാഴയിൽ, സിറിൽ മത്തായി, സിബി വർഗീസ്, സിനി വർഗീസ്, ഷോജി സുനിൽ, ബബിത ജിനു, സ്വപ്ന ബിനു, വിവിധ കൂട്ടായ്മകളിലെ കമ്മിറ്റി അംഗങ്ങളും ഭക്തസംഘടനാ ഭാരവാഹികളും നേതൃത്വം നൽകി. ഗാൽവേയിലെ ഹെഡ്ഫോർഡിൽ നിന്നുള്ള 18 വയസ്സുകാരിയായ ആദ്യ ശ്രീവാസ്തവ മിസ് യൂണിവേഴ്സ് അയർലൻഡ് 2025 തിരഞ്ഞെടുക്കപ്പെട്ടു. ഡബ്ലിനിലെ ഹിൽട്ടൺ ഹോട്ടൽ എയർപോർട്ടിൽ നടന്ന മത്സരത്തിൽ വിജയിയായി ആദ്യ ഇന്ത്യൻ വംശജയായ ഐറിഷ് യുവതിയാണ്. ഗാൽവേയിൽ ജനിച്ചു വളർന്ന ആദ്യ കഴിഞ്ഞ 3 വർഷമായി മയോ കൗണ്ടിയിലെ ക്രോസിലാണ് താമസിക്കുന്നത്. ഗാൽവേ സർവകലാശാലയിൽ നിയമം, രാഷ്ട്രീയം, സാമ്പത്തിക ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഇവർ. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമരംഗത്ത് കരിയർ കെട്ടിപ്പടുക്കാനാണ് ആദ്യയുടെ ആഗ്രഹം. അയർലൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഹിൽട്ടൺ ഡബ്ലിൻ എയർപോർട്ടിൽ നടന്ന ആകർഷകമായ ചടങ്ങിൽ മിസ് യൂണിവേഴ്സ് അയർലൻഡ് കിരീടത്തിനായി മത്സരിച്ചു. കോർക്കിൽ നിന്നുള്ള 2024 വിജയ് സോഫിയ ലാബസ് ആദ്യയെ കിരീടമണിയിച്ചു. ഡബ്ലിനിൽ നിന്നുള്ള നതാലിയ ഗ്രാഡ്സ്ക 1ാം റണ്ണറപ്പായും ഡബ്ലിനിൽ നിന്നുള്ള മക്സൂദ അക്തർ 2ാം റണ്ണറപ്പായും തിരഞ്ഞെടുക്കപ്പെട്ടു. നവംബർ 21 തായ്ലൻഡിൽ നടക്കുന്ന 74ാമത് മിസ് യൂണിവേഴ്സ് 2025 ഫൈനലിൽ അയർലൻഡിനെ പ്രതിനിധീകരിക്കും. US-ൽ ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടം പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ അയർലൻഡിൽ അഭയാർത്ഥത്തിനായി അപേക്ഷിക്കുന്ന US പൗരന്മാരുടെ എണ്ണം കുത്തനെ ഉയർന്നു. 2025 ഇതുവരെ 76 അമേരിക്കക്കാർ ഇത്തരത്തിൽ ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ വഴി അയർലൻഡിൽ അഭയം ലഭിക്കാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 2024 ആകെ അപേക്ഷ സമർപ്പിച്ചത് 22 പേരായിരുന്നു. തങ്ങളുടെ വംശം, മതം, പൗരത്വം, രാഷ്ട്രീയ നിലപാടുകൾ, സാമൂഹിക സംഘടനകളിലെ അംഗത്വം എന്നിവയുടെ പേരിൽ തങ്ങളെ സർക്കാർ വേട്ടയാടാൻ സാധ്യതയുണ്ട്
സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളോടെയാണ് ഒരു രാജ്യത്തെ പൗരന്മാർ മറ്റൊരു രാജ്യത്ത് അഭയാർത്ഥത്തിനായി അപേക്ഷ നൽകേണ്ടത്. ഇതിനൊപ്പം ഐറിഷ് പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്ന അമേരിക്കക്കാരുടെ എണ്ണത്തിലും കഴിഞ്ഞ വർഷം മുതൽ വർധനവുണ്ടായിട്ടുണ്ട്. 2024 ഇത്തരത്തിൽ ആകെ 31,825 അപേക്ഷകളാണ് ലഭിച്ചത്. 2016 ശേഷം ഇത്രയും അപേക്ഷകൾ ലഭിക്കുന്നത് ആദ്യമായാണ്. ട്രംപ് ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നതും 2016 2025 ജനുവരി 20 ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റത്. 2025 ആദ്യ 8 മാസങ്ങളിൽ ഐറിഷ് പാസ്പോർട്ടിനായി അപേക്ഷിച്ച അമേരിക്കൻ പൗരന്മാരുടെ എണ്ണം ഇതുവരെ 26,111 2022 ആകെ ലഭിച്ച അപേക്ഷകളെക്കാളും അധികമാണിത്. ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ യുഎസിലെ ധാരാളം പേർ അസ്വസ്ഥരാണ് എന്ന് തെളിവാക്കുന്നതാണ് ഈ കണക്കുകൾ. അയർലൻഡിൽ ഫിയാന ഫെയിൽ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ജിം ഗാവിൻ വിവാദത്തെ തുടർന്ന് ദയനീയമായി പിന്മാറി. മുൻ ഡബ്ലിൻ ഗെയിലിക് ഫുട്ബോൾ മാനേജറായിരുന്ന ഗാവിൻ ഐറിഷ് ഇൻഡിപെൻഡന്റ് പത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മുൻ വാടകക്കാരന് €3,300 തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് പിന്മാറിയത്. 2009 ഡബ്ലിനിലെ നോർത്ത് ഇന്നർ സിറ്റിയിൽ ഗാവിൻ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു വാടകക്കാരൻ മാറിയ ശേഷം ബാങ്കിംഗ് പിശകിനെ തുടർന്ന് വാടക തുക അബദ്ധവശാൽ ഗാവിന്റെ അക്കൗണ്ടിലേക്ക് തുടർന്നും മാസങ്ങളോളം പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞും തുക തിരികെ ചോദിച്ചപ്പോൾ ഗാവിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നുമുണ്ടായില്ല എന്നാണ് ആരോപണം. ഞായറാഴ്ച RTEയുടെ ദി വീക്ക് ഇൻ പൊളിറ്റിക്സ് എന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സംവാദത്തിനിടെ ഈ ആരോപണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗാവിൻ അത് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഞാൻ അത് പരിശോധിക്കുകയാണ്, അടിയന്തരമായി അത് കൈകാര്യം ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. ഫിയാന ഫെയിൽ നേതാവും പ്രധാനമന്ത്രിയുമായ മിഗേൽ മാർട്ടിൻ ഗാവിന്റെ പിന്മാറാൻ തീരുമാനത്തെ പിന്തുണച്ചു. ഗാവിന്റെ പിന്മാറ്റത്തോടെ ഐറിഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം 2 സ്ഥാനാർത്ഥികളിലേക്ക് ചുരുങ്ങി. സ്വതന്ത്ര ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ കാതറിൻ കൊണോളിയും ഫൈൻ ഗെയിൽ പിന്തുണയോടെ ഹെദർ ഹംഫ്രീസും മാത്രമാണ് ഇപ്പോൾ മത്സര രംഗത്തുള്ളത്. 2025 ഒക്ടോബർ 24 നടക്കുന്ന അയർലൻഡ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി മൈക്കിൾ ഡി ഹിഗിൻസിന് പിൻഗാമിയായി ചുമതലയേൽക്കും. ഒക്ടോബർ 1 മുതൽ ഇന്ത്യയിലേക്ക് പറക്കുന്ന വിദേശികൾ ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ പേപ്പർ അറൈവൽ കാർഡ് പൂരിപ്പിച്ച് നൽകേണ്ട. പകരം യാത്രയ്ക്ക് മുമ്പ് ഇത് ഓൺലൈൻ പൂരിപ്പിച്ച് നൽകണം. യാത്രയ്ക്ക് മുമ്പ് സന്ദർശകർക്ക് പേപ്പർ അറൈവൽ കാർഡ് സമർപ്പിക്കാൻ അനുവദിക്കുന്ന പ്രക്രിയ ഓൺലൈനായി മാറുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പാസ്പോർട്ട് നമ്പർ, ദേശീയത, സന്ദർശനത്തിന്റെ ഉദ്ദേശം, പ്രാദേശിക വിലാസം, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഈ അറൈവൽ കാർഡിൽ ആവശ്യപ്പെടും. രേഖകളുടെ അപ്ലോഡുകൾ ആവശ്യമില്ല. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിമാനത്താവള കാലതാമസം കുറയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത്. ഈ മാസം ആദ്യം ലക്നൌ, തിരുവനന്തപുരം, ട്രിച്ചി, കോഴിക്കോട്, അമൃത്സർ എന്നീ 5 വിമാനത്താവളങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം ആരംഭിച്ചു. ഇന്ത്യൻ പൗരന്മാർക്കും OCI ഉടമകൾക്കും ലഭ്യമാകുന്ന ഈ പരിപാടി 2024 ഡൽഹിയിൽ ആദ്യമായി അവതരിപ്പിക്കുകയും പിന്നീട് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബംഗളൂരു, കൊച്ചി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ആകെ 13 വിമാനത്താവളങ്ങളിൽ ഈ സൗകര്യം ലഭ്യമാണ്. നവി മുംബൈ, ഗ്രേറ്റർ നോയിഡ എന്നിവയും ഇതിൽ ചേരും. യാത്രക്കാർക്ക് ഇപ്പോൾ നീണ്ട ക്യൂകളോ മാനുവൽ പരിശോധനയോ അനുഭവപ്പെടുന്നില്ല. കാലതാമസമില്ലാതെ വെറും 30 സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കുന്നു. ഏകദേശം 3 ലക്ഷം യാത്രക്കാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 2.65 ലക്ഷം പേർ യാത്രക്കിടെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 11 സർക്കാർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശികളും OCI ഉടമകളും ഇനി മുതൽ അവരുടെ യാത്രാ തീയതിക്ക് മുമ്പ് 72 മണിക്കൂറിനുള്ളിൽ ഓൺലൈനായി അപേക്ഷിക്കണം. ഇത് വെബ്സൈറ്റിലോ ആപ്പിലോ ലഭ്യമാണ്. മുൻകൂർ ഓൺലൈൻ അപേക്ഷയില്ലാതെ സന്ദർശിക്കുന്നത് ഇനി സ്വീകാര്യമല്ല. ഇന്ത്യൻ പൗരന്മാരെയും ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡ് ഉടമകളെയും ഫോം പൂരിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അയർലൻഡിലെ ഇന്ത്യൻ എംബസി ഒക്ടോബർ 6 പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. ബിസിനസ്, നിങ്ങളുടെ സ്വപ്ന യാത്രകൾ മിതമായ നിരക്കിൽ. ബ്ലൂബേർഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് ദുബായ്. ബ്ലൂബേർഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് ദുബായ് അവതരിപ്പിക്കുന്നു ആകർഷകമായ ഹോളിഡേ പാക്കേജുകൾ. നിങ്ങൾക്കായി മറക്കാനാവാത്ത യാത്രാ അനുഭവം, മികച്ച സേവനം, അതുല്യമായ ഓഫറുകൾ എന്നിവയ്ക്ക് ബ്ലൂബേർഡ് ടൂർസ് ആൻഡ് ട്രാവൽസുമായി ബന്ധപ്പെടുക. ഹോളിഡേ പാക്കേജുകളുടെ പ്രത്യേകതകൾ: വിസ സേവനങ്ങൾ വേഗത്തിലും വിശ്വാസ്യതയോടെയും, വിമാന ടിക്കറ്റുകൾ മികച്ച നിരക്കിൽ, മുൻനിര താമസ സൗകര്യങ്ങൾ, ഡെസേർട്ട് സഫാരി, ക്രൂയിസ്, ദുബായ് സിറ്റി ടൂർ, തീം പാർക്കുകൾ, സുഗമമായ ട്രാൻസ്പോർട്ടേഷൻ സേവനങ്ങൾ.
കസ്റ്റമൈസ്ഡ് പാക്കേജുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലഭ്യമാകുമെന്ന് ബ്ലൂബേർഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് അറിയിച്ചു. അതുല്യമായ ഓഫറുകൾ, സേവനങ്ങൾ എന്നിവയ്ക്ക് ബ്ലൂബേർഡ് ടൂർസ് ആൻഡ് ട്രാവൽസുമായി ബന്ധപ്പെടുക. ആരോഗ്യം. അസാധാരണമായി ഉയർന്ന ഡിമാൻഡ് ഉള്ളതിനാൽ ഈ വാരാന്ത്യത്തിൽ അത്യാവശ്യമല്ലാതെ ഡൂറാഡോയിലെ ആശുപത്രിയിൽ പോകരുതെന്നും പകരം ബദൽ സേവനങ്ങൾ ഉപയോഗിക്കണമെന്നും ലിമറിക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ആളുകളോട് അഭ്യർത്ഥിക്കുന്നു. ജീവന ഭീഷണിയായ അടിയന്തര സാഹചര്യങ്ങളുള്ള രോഗികൾക്കായി UHLലെ അടിയന്തര വിഭാഗം 24 മണിക്കൂറും 7 മണിക്കൂറും തുറന്നിരിക്കും. എന്നിരുന്നാലും കുറഞ്ഞ അടിയന്തര സാഹചര്യങ്ങളോ രോഗങ്ങളോ ഉള്ള രോഗികൾക്ക് ഗണ്യമായ കാത്തിരിപ്പ് സമയം കാത്തിരിക്കേണ്ടി വരും. HSC മിഡ്വെസ്റ്റിൽ അടിയന്തര പരിചരണത്തിനായി എത്തുന്ന ഏറ്റവും രോഗികളായവരെ ചികിത്സിക്കാൻ പ്രാപ്തിയുള്ള മതിയായ ഇൻപേഷ്യന്റ് കിടക്കകൾ ഇല്ല എന്നതാണ് പ്രധാന പ്രശ്നം. UHLൽ നിലവിൽ ഗണ്യമായ എണ്ണം രോഗികളെ ട്രോളികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മേഖലകളിലെ ജനസംഖ്യയുടെ ആവശ്യം നിറവേറ്റാൻ UHLൽ മതിയായ കിടക്കശേഷി ഇല്ലെന്ന് റിപ്പോർട്ട് വന്നതിനു ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് മുന്നറിയിപ്പ് വരുന്നത്. ജോലി ഒഴിവുകൾ. ഓർവെൽ ഹെൽത്ത് കെയറിലും മൗലം ഹെൽത്ത് കെയറിലും അയർലൻഡിലെ ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ HSC മിഡ്വെസ്റ്റിലും റോസ് കോമൺ ഏരിയയിലും നഴ്സുമാർക്ക് ജോലി ഒഴിവുകൾ. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക. വിനോദം. അയർലൻഡിൽ ആദ്യമായി ഒരു അന്താരാഷ്ട്ര വടംവലി മാമാങ്കം നടക്കുന്നു. ശിശിരത്തിന്റെ ആലസ്യത്തിന് ചൂട് പകർന്ന് അയർലൻഡിലെ ചാമ്പ്യൻ പോരാളികൾക്കൊപ്പം 10ഓളം വിദേശ ടീമുകൾ കൂടി അണിനിരക്കുന്ന തീപാറുന്ന ഒരു പോരാട്ടത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്. ടിംസിന്റെ ആഭിമുഖ്യത്തിൽ അയർലൻഡിന്റെ മണ്ണിൽ ആദ്യമായി ഒരുക്കുന്ന അന്താരാഷ്ട്ര വടംവലി മത്സരം ഈ വരുന്ന ഒക്ടോബർ 25-ന് ഡബ്ലിനിലെ നാഷണൽ ബാസ്കറ്റ്ബോൾ ഇൻഡോർ അരീനയിൽ അരങ്ങേറുന്നു. 4000 യൂറോയുടെ ഒന്നാം സമ്മാനത്തിനും സ്വർണ്ണ കപ്പിനും വേണ്ടി നോർത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരായ പോരാളികൾ ജോമോൻ തൊടുകന്റെ നേതൃത്വത്തിൽ ആദ്യമായി അയർലൻഡിന്റെ മണ്ണിലെത്തുന്നു. ഈ മല്ലയോദ്ധാക്കളോട് കൊമ്പുകോർക്കാൻ കുവൈറ്റ്, UK, മാൾട്ട, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചാമ്പ്യൻ ടീമുകളും മാറ്റുരയ്ക്കും. യൂറോപ്പ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഈ വടംവലി മാമാങ്കം ഒരു വൻ വിജയമാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് അണിയറ പ്രവർത്തകർ. അതോടൊപ്പം കാണികൾക്കായി അയർലൻഡിലെ പ്രൊഫഷണൽ ടീമുകളുടെ വാശിയേറിയ മത്സരങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. രണ്ടാം സമ്മാനം 2000 യൂറോയും, മൂന്നാം സമ്മാനം 1000 യൂറോയും, നാലാം സമ്മാനം 500 യൂറോയും, 5 മുതൽ 8 വരെ സ്ഥാനക്കാർക്ക് 100 യൂറോയും വീതവും ലഭിക്കും. വടംവലി മത്സരത്തോടൊപ്പം മറ്റു കലാകായിക വിനോദങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇതൊരു സമ്പൂർണ്ണ കുടുംബോത്സവമായിരിക്കുമെന്നതിൽ സംശയമില്ല. കാലാവസ്ഥ. വരും ദിവസങ്ങളിൽ അയർലൻഡിന് ഇന്ത്യൻ സമ്മർ ആസ്വദിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷകൾ ഉയരുകയാണ്. മിക്കവാറും സ്ഥിരവും വരണ്ടതുമായ കാലാവസ്ഥകൾ ഉണ്ടാകുമെന്ന് മെറ്റ് അയറാൻ അപ്രതീക്ഷിതമായി പ്രവചിക്കുന്നു. ഇന്ത്യൻ വേനൽക്കാലം എന്നത് സാധാരണയായി ശരത്കാലത്ത് അസാധാരണമാംവിധം ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയുടെ ഒരു കാലഘട്ടമായി നിർവചിക്കപ്പെടുന്നു. ഇത് ശൈത്യകാലം വരുന്നതിനു മുമ്പ് ഹ്രസ്വവും എന്നാൽ സ്വാഗതാർഹവുമായ ഒരു ആശ്വാസം നൽകുന്നു. ഒക്ടോബർ 13 മുതൽ ഒക്ടോബർ 19 വരെയുള്ള ആഴ്ചയിൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷകൻ പറഞ്ഞു, ഈ കാലയളവിൽ അയർലൻഡിന്റെ വടക്കു പടിഞ്ഞാറായി ഉയർന്ന മർദ്ദം കേന്ദ്രീകരിക്കപ്പെടുന്നതിനുള്ള ശക്തമായ സൂചനയുണ്ട്. ഇത് കൂടുതൽ സ്ഥിരമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. വർഷത്തിലെ ഈ സമയത്ത് ശരാശരി വായു താപനില ശരാശരിയായിരിക്കുമെന്നും രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറും അല്പം കൂടുതലായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഉയർന്ന മർദ്ദ സിഗ്നലിന്റെ ഫലമായി മഴയുടെ അളവും ശരാശരിയേക്കാൾ കുറവായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് 2026ലേക്കുള്ള ഐറിഷ് ബഡ്ജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അയർലൻഡിൽ സ്വന്തമായി ആദ്യ ദേവാലയം. അയർലൻഡിൽ വിവിധ ഇടങ്ങളിൽ വാടകയ്ക്ക് വീടുകൾ ലഭ്യമാണ്. അയർലൻഡിൽ പരീക്ഷ എഴുതിയ 70,000-ലധികം ജൂനിയർ സർട്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ ഫലങ്ങൾ ലഭ്യമായി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അയർലൻഡ് റീജിയന്റെ പ്രഥമ നാഷണൽ കൺവെൻഷനും നോക്ക് തീർത്ഥാടനവും വിപുലമായ പരിപാടികളോടെ ഭക്തിസാന്ദ്രമായി. ഇന്ത്യൻ വംശജയായ ആദ്യ ശ്രീവാസ്തവ മിസ് യൂണിവേഴ്സ് അയർലൻഡ് 2025 തിരഞ്ഞെടുക്കപ്പെട്ടു. അയർലൻഡിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ജിം ഗാവിൻ വിവാദത്തെ തുടർന്ന് ദയനീയമായി പിന്മാറി. US-ൽ ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടം പ്രസിഡന്റായി അധികാരമേറ്റതിന്റെ പിന്നാലെ അയർലൻഡിൽ അഭയാർത്ഥിത്വത്തിനായി അപേക്ഷിക്കുന്ന US പൗരന്മാരുടെ എണ്ണം കുത്തനെ ഉയർന്നു.
ഒക്ടോബർ 1 മുതൽ ഇന്ത്യയിലേക്ക് പറക്കുന്ന വിദേശികൾ യാത്രയ്ക്ക് മുമ്പ് ഓൺലൈൻ അപേക്ഷ പൂരിപ്പിച്ച് നൽകണം. ഇത് വെബ്സൈറ്റിലോ ആപ്പിലോ ലഭ്യമാണ്. നിങ്ങളുടെ സ്വപ്നയാത്രകൾ മിതമായ നിരക്കിൽ ആകർഷകമായ വിവിധ ഹോളിഡേ പാക്കേജുകളുമായി ബ്ലൂ ബേർഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് ദുബായ്. അയർലൻഡിൽ ആദ്യമായി ഒരു അന്താരാഷ്ട്ര വടംവലി മാമാങ്കം. അത്യാവശ്യമില്ലാതെ ആശുപത്രിയിൽ വരരുത്, ബദൽ സേവനങ്ങൾ ഉപയോഗിക്കണം. UHL. അയർലൻഡിലെ ആരോഗ്യ മേഖലയിൽ ജോലി ഒഴിവുകൾ. വരും ദിവസങ്ങളിൽ അയർലൻഡിന് ഇന്ത്യൻ സമ്മർ ഉണ്ടാകും. മെറ്റ് എയർ ആൻഡ് കാലാവസ്ഥ പ്രവാചകർ. ഇന്നത്തെ ഡെയിലി മലയാളി അയർലൻഡ് ജാലകം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.